രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കെ വിഭാഗം സുന്നികളും സുപ്രഭാതവും വലിയ രീതിയിലുള്ള പിന്തുണ ഇടതുപക്ഷത്തിന് നൽകുന്ന തരത്തിലാണ് അവരുടെ സമീപനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും കാണാറുള്ളത്, അനുഭവിക്കാറുള്ളത് കേരള ജനത. അത് അവരെ എല്ലാവരുടെയും നിലപാട് ഒരേ രീതിയിലാണ് എന്നൊന്നുമല്ല. പക്ഷേ ചില നിലപാടുകളൊക്കെ പല ഘട്ടങ്ങളിലും എതിർ വിഭാഗം ചെയ്യുന്നതിന് തുല്യമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം. അത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരുപാട് ഇടതുപക്ഷം ഈ വിശ്വാസികൾ തമ്മിലുള്ള പ്രശ്നത്തിലൊക്കെയുള്ള സമീപനങ്ങൾ പല ഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് സുപ്രഭാതം ദിനപത്രം, അതോടനുബന്ധിച്ച് ഇവിടെ പൂട്ടിപ്പോയ ഒരു ചാനലുണ്ട്, ഇന്ത്യ വിഷൻ ചാനൽ. സുപ്രഭാതത്തിന് ഇന്ത്യ വിഷൻ ചാനലിന്റെ അവസ്ഥ വരുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ഒരുപാട് പത്രങ്ങളിൽ രാഷ്ട്രീയ മുഖപത്രമായ രീതിയിൽ സാമ്പത്തിക മുന്നേറ്റം ഉള്ള ഒരു പത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശാഭിമാനിയാണ്. അവർ പാർട്ടി പ്രവർത്തന രംഗത്ത് സജീവമാക്കിക്കൊണ്ട് ആ പത്രത്തിന് വലിയ പ്രചാരണം നടത്തി എല്ലാ പാർട്ടി അംഗങ്ങളും നിർബന്ധമായി അത് വാങ്ങണം എന്നുള്ള ഒരു നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രചാരമുണ്ട്. അതിൽ പറയുന്ന സമയത്ത് ഇപ്പോൾ മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് ഏറെക്കുറെ ദേശാഭിമാനിയാണ് എന്ന് പറയാൻ പറ്റും. അവരുടെ വലിയ സാമ്പത്തിക ഡെപ്പോസിറ്റ് ഉപയോഗിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഇടതുപക്ഷം ഇലക്ഷൻ പ്രചരണമൊക്കെ നടത്താറുണ്ട്, അവർ വായ്പ വാങ്ങാറുണ്ട്, അങ്ങനെയൊക്കെ പോകുന്ന അതിന്റെ രീതികളൊക്കെ. മാധ്യമം വന്നതോടുകൂടി വലിയ രീതിയിലുള്ള മത്സരങ്ങൾ ഈ മലയാള മേഖലയിലൊക്കെ ഉണ്ടായി. അങ്ങനെ അവർക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഏകദേശം ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് മാധ്യമമാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മാധ്യമം ദേശാഭിമാനിയും സംയുക്തമാണ് എന്നും വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ആ രീതിയിലേക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ അതിനേക്കാൾ കുറച്ചും കൂടി മുമ്പ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള, സംഘടനാ ബലമുള്ള, സാമ്പത്തിക മുന്നേറ്റമുള്ള, ആസ്ഥാനങ്ങളുള്ള പാർട്ടിയുടെ ലിസ്റ്റിൽ മുസ്ലിം ലീഗിന്റെ പേരുണ്ട്. ആൾബലം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ മൂന്നാം സ്ഥാനത്ത് മുസ്ലിം ലീഗ് ആണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് അവരുടെ മുഖപത്രമായിരിക്കുന്ന ചന്ദ്രയ്ക്ക് പ്രചാരമില്ല. അവരുടെ പാർട്ടി പ്രവർത്തകന്മാർ തന്നെ അത് വാങ്ങാറുമില്ല. 1932 കാലത്ത് മലബാർ ജില്ലയായിരുന്ന കാലത്ത് മലബാറിന്റെ ആസ്ഥാന മേഖലയായിരുന്നു തലശ്ശേരി എന്ന് പറയുന്നത്. മലബാർ ജില്ലയുടെ ഭാഗമാണ് അന്ന് തലശ്ശേരി. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ സത്താർ സേട്ട്, കുഞ്ഞിക്കുയിൽ ആജി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളും കൂടി ചേർന്നിട്ടാണ്, കുഞ്ഞിമായിൻ ആജി, അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് 1932 ചന്ദ്രിക പത്രം ആരംഭിക്കുന്നത്. നമ്മൾ കൂട്ടി നോക്കുന്ന സമയത്ത് ഏകദേശം 92 വർഷത്തോളമായി, സ്വാതന്ത്ര്യത്തിന്റെ 10-15 വർഷം മുമ്പ് ആരംഭിച്ച ചന്ദ്രിക പത്രത്തിന്റെ ഇന്നത്തെ പ്രചാരണം നോക്കുന്ന സമയത്ത് കൂടി വന്നിട്ടാണെങ്കിൽ ദിവസം 1 ലക്ഷം മുതൽ 1 ലക്ഷം പേപ്പർ മാത്രമാണ് ഇറങ്ങുന്നത്. 6 എഡിഷൻ കേരളത്തിൽ, 3 എഡിഷൻ ഗൾഫ് എഡിഷനുമായിട്ട് 9 എഡിഷൻ ഇപ്പോൾ ചന്ദ്രക്കുണ്ട്. 1,82,043 ഇവിടെ ഇതിൽ ഗൂഗിളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ ദിവസം അടിക്കുന്ന പത്രത്തിന്റെ എണ്ണമാണ്. കൂടി വന്നാൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ, അത്രേ പ്രചാരമുള്ളൂ. കാര്യം എന്ന് പറയുകയാണെങ്കിൽ പാർട്ടി പ്രവർത്തകന്മാരിൽ 35% പോലും യഥാർത്ഥത്തിൽ ചന്ദ്രിക പത്രം വാങ്ങാത്ത ലീഗുകാരാണ് എന്ന് ചുരുക്കം. 2014 സെപ്റ്റംബർ 1 സുപ്രഭാതം പത്രം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ ആരംഭം തീയതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 1, 2014 അത് ഉമ്മൻചാണ്ടി കോഴിക്കോട് വെച്ച് അതിന് ഉദ്ഘാടനം ചെയ്തിട്ടാണ് അതിന്റെ തുടക്കം കുറിച്ചത്. അതിന്റെ കെട്ടും അതിന്റെ തുടിപ്പും റിപ്പോർട്ടിങ്ങും അതിന്റെ ഹെഡ്ലൈനും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ആർക്കും ആകർഷിക്കുന്ന രീതിയിലാണ്. മതവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു പേരാണ് സുപ്രഭാതം, ഗുഡ് മോർണിംഗ് എന്ന പേര് വെച്ചത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അല്ലാത്തവരും വലിയ രീതിയിൽ ആ പത്രം വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. 10 വർഷം ഇപ്പോൾ പൂർത്തിയാകും. 2014 സമയത്ത് 10 വർഷം പൂർത്തിയായി. 6,02,000 കോപ്പിയെങ്കിലും ഒരു വർഷം പുറത്തിറക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ 932 വർഷം, 90 കൊല്ലം മുമ്പ് പ്രചരിച്ച അല്ലെ പുറത്തു വന്ന ചന്ദ്ര പത്രത്തെക്കാണ് ഏറെ 10 വർഷം കൊണ്ട് സുപ്രഭാതം പത്രത്തിന് വളർച്ചയുണ്ടായി. 7 എഡിഷൻ നിലവിലുണ്ട്, ഗൾഫ് എഡിഷൻ വേറെയുണ്ട്. 10 എഡിഷനാണ് ടോട്ടൽ എന്നാണ് തോന്നുന്നത്. 7 എഡിഷനും പ്ലസ് ഗൾഫ് എഡിഷനുമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്.
അപ്പൊ ഇതില് ഈ പത്രം വാങ്ങുന്നതിൽ 65% മുസ്ലിം ലീഗുകാരാണെന്നൊരു പ്രത്യേകത ഉണ്ട്. 65% മുസ്ലിം ലീഗുകാരാണ്. ബാക്കിയുള്ളവരെ മറ്റുള്ളവരെല്ലാവരും കൂടിയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ് സുപ്രഭാതം പത്രത്തിനെ നിലനിർത്തുന്നത്. ചന്ദ്രയെ അവർ നിലനിർത്തുന്നില്ല എന്നുള്ള മറ്റു വശം. കടബാധ്യതയാണ് ചന്ദ്രിക എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നത്. തൊഴിലാളികൾ സമരം ചെയ്യുന്നതൊക്കെ ചന്ദ്രിക പത്രത്തിന്റെ മുമ്പിൽ, നടക്കാവ് ചന്ദ്രിക ഓഫീസിന് മുമ്പിൽ പല ഘട്ടങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. അത് പരിഹാരം ഉണ്ടാവാറില്ല. എന്നാൽ സുപ്രഭാതം 10 വർഷം കൊണ്ട് വലിയ വളർച്ചയുണ്ടായി. അത് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ വിഷയങ്ങൾക്കിടയിൽ അവർ നടത്താറുണ്ട്. അവരുടെ കെട്ടിലും മട്ടിലും ഒക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഏകദേശം ഇപ്പോൾ മലയാള പത്രത്തിലെ 3-ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന രീതിയിലാണ്. വലിയ വളർച്ചയാണ്. ഈ വളർച്ച നിലനിൽക്കുന്നതിനിടയിൽ ഒരുപാട് വിവാദങ്ങൾ സുപ്രഭാതമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് മുസ്ലിം ലീഗുമായിട്ടുള്ള മുസ്ലിം ലീഗിനെ എതിർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും UDF സംവിധാനത്തെ എതിർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഈ സമസ്തയുടെ ചില വിഭാഗത്തെ എതിർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനത്തെ വലിയ ഇടപെടലുകൾ നടത്തുന്നതോടുകൂടി വിവാദങ്ങളായി. ആ വിവാദത്തിന്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ സുപ്രഭാതം ജീവിച്ചു പോകുന്നത്. നമ്മൾ പറയുന്നത് ഇത് എവിടെ എത്തും എന്നുള്ളതാണ്. പൂട്ടിക്കെട്ടേണ്ട ഒരു സ്ഥിതിവിശേഷങ്ങൾ വരുമോ? ഇതിനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. ആവശ്യത്തിനും ആവശ്യമൊന്നുമില്ലാത്തയും ഇടപെടലുകളൊക്കെ നടത്തുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരു ഫുൾ കോളം പരസ്യമാണ് കൊടുത്തത്. പരസ്യം കൊടുക്കുന്ന നല്ല വിഷയം. ആശയപരമായിട്ട് വിരുദ്ധതയുള്ള ചേരികളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സുന്നി ആശയത്തിലുള്ള ഒരു മതസ്ഥാപനത്തിന്റെ പത്രത്തെ ഉപയോഗിക്കപ്പെടുന്നതിൽ സുപ്രഭാതത്തിന്റെ നടത്തിപ്പുകാർ തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. അത് ചെയ്ത് തെറ്റാണ് എന്ന് പറയപ്പെട്ടവരാണ് കൂടുതലും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലെ മീഡിയ രംഗത്ത് പ്രശസ്തമായിരിക്കുന്ന ഒരു ചാനലായിരുന്നു ഇന്ത്യ വിഷൻ ചാനൽ. നമുക്കറിയാം, അന്നോളമുള്ള ഏഷ്യാനെറ്റ് ചാനലൊക്കെ കവച്ച് വെട്ടുന്ന രീതിയിലായിരുന്നു 24 അവേഴ്സും ന്യൂസ് ചാനലായിട്ട് ഇന്ത്യ വിഷൻ രംഗത്ത് വന്നത്. 2003 ജൂലൈ 14-ാം തീയതി അതിന്റെ ആരംഭം കുറിച്ചു. 2007 രണ്ടാമത്തെ എഡിഷനും ആരംഭിച്ചു. എന്നാൽ അത് വല്ലാത്ത രീതിയിലൊന്നും മുന്നോട്ട് പോയിട്ടില്ല. 2011 കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ അതിൽ വല്ലാത്ത രീതിയിൽ ഇടപെടലുകൾ നടത്തിയ ഒരു ചാനലാണ് ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ചാനലും ചെയ്യാത്ത രീതിയിൽ വളരെ ധൈര്യപൂർവ്വവും ആവേശപൂർവ്വവും ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ഇടപെടൽ നടത്തി. ചില റിപ്പോർട്ടുകളും ചില സംഭവങ്ങളൊക്കെ മറച്ചു വെക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനൊന്നും ഇന്ത്യ വിഷൻ തയ്യാറായില്ല. ഇന്ത്യ വിഷന്റെ ഓഹരി ഷെയർ ക്ഷണിക്കുന്നത് അതിലെ ചെയർമാനായിരുന്ന MK മുനീറാണ്. MK മുനീർ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹിയാണ്. അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹമാണ് പിന്നീട് വ്യവസായ മന്ത്രിയായത്. മന്ത്രിസ്ഥാനത്തോടനുബന്ധിച്ചിട്ടാണ് വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഏതായിരുന്നാലും ഈ മുസ്ലിം ലീഗിന്റെ പരമാവധി പ്രവർത്തകന്മാർ മുഴുവനും പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യ വിഷൻ അന്ന് ആരംഭിച്ചത്. അല്ലെങ്കിൽ MK മുനീർ അല്ല അതിന്റെ നേതൃസ്ഥാനത്ത് എങ്കിൽ ഒരിക്കലും ലീഗിന്റെ ആളുകളൊന്നും ഈ പണം ഡെപ്പോസിറ്റ് ചെയ്യുകയില്ല. മുസ്ലിം ലീഗിന്റെ ഒരു മുഖപത്രം പോലെയുള്ള ഒരു ചാനലായിട്ടാണ് ഇന്ത്യ വിഷൻ അന്ന് പ്രചരിച്ചത്. പക്ഷെ അവരങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പിന്നീട് പറയപ്പെട്ടു. അതിന്റെ സത്യാവസ്ഥ അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഏതായിരുന്നാലും ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഡെപ്പോസിറ്റിലേക്ക് വന്നു. ന്യൂസ് മേഖലയിലേക്ക് എല്ലാ മലയാള ന്യൂസിനെയും കടത്തി വെട്ടുന്ന രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി. അതിനൊക്കെ പ്രത്യേകമായിരിക്കുന്ന ന്യൂസ് വായിക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു പ്രത്യേക ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് അതൊക്കെ അനുവർത്തിക്കപ്പെട്ടതൊക്കെ നമുക്കറിയാവുന്നതാണ്. നിതീഷ് കുമാറൊക്കെ രംഗപ്രവേശനം ചെയ്ത ചാനലും കൂടിയാണ് ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ചാനല് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. MK മുനീറിനൊക്കെ വലിയ സ്വീകാര്യത കിട്ടുന്നു. അതിനോടനുബന്ധിച്ചാണ് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ വിവാദം ഉണ്ടാകുന്നത്. ആ വിവാദത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് അതിന്റെ ശനിദശ ആരംഭിക്കുന്നത്. അതായത് കുഞ്ഞാലിക്കുട്ടിയുടെ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീ ഇയാൾക്കെതിരെ ഒരു മൊഴി നൽകാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് ചാനലിൽ എത്തുന്നു. അതാണ് അതിന്റെ ആരംഭം. ഏഷ്യാനെറ്റ് ചാനലിൽ ഈ സ്ത്രീ ഒരു കുട്ടിയെടുത്ത് വന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിഷയകാര്യങ്ങളൊക്കെ കുഞ്ഞാലിക്കുട്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയകാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏഷ്യാനെറ്റ് ചാനൽ അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അവർ പറഞ്ഞു ഇതിപ്പോ ഉള്ളതാണോ ഇല്ലാത്തതാണോ യാഥാർത്ഥ്യമാണോ അല്ലാത്തതാണോ, ഈ ഭരണ കക്ഷിയായിരിക്കുന്ന ഒരു മന്ത്രിയാണ്, വലിയ വിവാദം വിഷയങ്ങളുണ്ടാവും, തെളിയിക്കാൻ പറ്റിയിട്ടില്ല, അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. അവർ താല്പര്യം പ്രകടിപ്പിക്കാതിരുന്ന സമയത്ത്
ഇന്ത്യ വിഷൻ ഈ വിവരം അറിഞ്ഞു. ഇന്ത്യ വിഷൻ തയ്യാറായിട്ട് വന്നു. ഇന്ത്യ വിഷൻ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഈ സ്ത്രീയുമായിട്ട് അഭിമുഖം നടത്തിയത് എന്ന് പിന്നീട് റിപ്പോർട്ടിൽ എവിടെ വായിച്ചിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു റിപ്പോർട്ടിൽ എവിടെ വായിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യ വിഷൻ സ്റ്റുഡിയോയിലേക്കല്ല വന്നത്, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അത് വലിയ രീതിയിൽ വിവാദങ്ങളായി, പ്രശ്നങ്ങളായി, നിലനിൽക്കാൻ പറ്റാതെയായി. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി മധ്യസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് ശിഹാബ് തങ്ങളായിരുന്നു. ശിഹാബ് തങ്ങൾ സെക്രട്ടറി ആയിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെ അവിടുന്ന് സ്ഥാനത്തുനിന്ന് മാറ്റി ട്രഷറർ ആക്കിയിട്ട് സ്ഥാനം ഇറക്കുമതി ചെയ്തു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും വിഷയങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടായി. പിന്നീടുള്ള കാലം എന്ന് പറയുന്നത് ഗവൺമെന്റ് തലത്തിലൊക്കെ ഈ ചാനൽ നൽകുന്ന എല്ലാ സഹായങ്ങളും റദ്ദ് ചെയ്തു. മുസ്ലിം ലീഗോ അല്ലെങ്കിൽ വ്യവസായികളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവർക്ക് നൽകുന്ന പരസ്യങ്ങൾ ഇല്ലാതാക്കി. അങ്ങനെ പരസ്യങ്ങളില്ലാതൊന്നും ഒരിക്കലും ചാനലിന് നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പരിതസ്ഥിതി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ലീഗും പ്രതിസന്ധിയാകുന്ന കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന ഭാരവാഹിയാണ് എം കെ മുനീർ, സംസ്ഥാന ഭാരവാഹിയാണ് കുഞ്ഞാലിക്കുട്ടി. ഇങ്ങനൊരു വിവരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ പരസ്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞു. റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല എന്ന് എം കെ മുനീർ പറഞ്ഞു. എം കെ മുനീറിനോട് എതിർപ്പുള്ള ഒരു വിഭാഗമായി മുസ്ലിം ലീഗിന്റെ പ്രത്യേക യൂത്ത് വിങ്ങൊക്കെ മാറിയ ഒരു സാഹചര്യങ്ങളും കാലഘട്ടങ്ങളും അന്നുണ്ടായതാണ്. ചുരുക്കത്തിൽ 2015 മാർച്ച് 31 12 വർഷത്തിന് ശേഷം ഇന്ത്യ വിഷൻ ബ്രോഡ്കാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. ആ ചാനൽ അടച്ചുപൂട്ടി. പിന്നീട് തുറന്നിട്ടല്ല. 2015 ശേഷം 2024 ഇപ്പോൾ ഏകദേശം 9 വർഷത്തോളമായി. അപ്പോൾ ഒരു ചാനൽ പൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കാരണമായത് ഒരു റിപ്പോർട്ട് മാത്രമാണ്, മറ്റൊന്നുമല്ല. ആ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ അത് ആ കാലഘട്ടത്തിൽ പത്രങ്ങൾ വായിച്ചാൽ ഒരു പത്രം ഒരു 16 പേജാണ് അല്ലെ 18 പേജാണ് ഇറങ്ങുന്നതെങ്കിൽ ഈ 18 പേജിന്റെ അകത്ത് കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു റിപ്പോർട്ടുള്ളത് ഞാൻ പല സമയത്തും അത് നോക്കിയിട്ടുണ്ട്. അയാളെ കുറിച്ച് തന്നെ ഉള്ളതോ ഇല്ലാത്തതോ അതൊരു മറ്റൊരു വിഷയം, കോടതിയായിട്ട് ബന്ധപ്പെട്ട് അയാൾ അതിന് കുറ്റമുക്തനെ, അതിലൊന്നും നമ്മൾ ഇടപെടുന്നത് നമുക്കറിയാത്തൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് അത്രക്ക് വാർത്താ പ്രാധാന്യമുള്ള, അതായത് കത്തിത്തീരുക എന്ന് പറഞ്ഞ പോലെയാണ് ആ പ്രശ്നങ്ങൾ അവസാനിച്ചത്. അപ്പോൾ അതിലുണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ഇന്ത്യ വിഷൻ പൂട്ടേണ്ടി വന്നു. പറഞ്ഞു വരുന്ന വിഷയം ഈ ഒരു രൂപത്തിലേക്കാണ് സുപ്രഭാതം ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിനും ആവശ്യമില്ലാത്തയും ഇടപെടലുകൾ അവിടെ നടത്തുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ, അതായത് ഇപ്പോഴത്തെ ഒരു പൊതുപത്രം എന്ന് പറയുന്നത് മാതൃഭൂമി, മനോരമ പോലെയുള്ള പത്രങ്ങളാണ്. അവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഒരു ആശയങ്ങളോ നിലപാടുകളോ അങ്ങനെയൊന്നും നോക്കാറില്ല. അവർക്ക് നിലപാടുണ്ടെങ്കിലും അത് രഹസ്യമായ രീതിയിൽ ചില സമയത്തൊക്കെ ഈ എഡിറ്റോറിയത്തിലൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് എന്നുള്ളത് മാത്രം. പക്ഷേ ചന്ദ്രികയാണെങ്കിലും ദേശാഭിമാനിയാണെങ്കിലും വീക്ഷണമാണെങ്കിലും സുപ്രഭാതമാണെങ്കിലും അതൊരു പാർട്ടിയുടെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ പിറകെ നിൽക്കുന്ന പത്രമാകുമ്പോൾ അതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതിന് ഒരുപാട് സമീപന രീതികൾ എടുക്കാനുള്ള കുറെ മതിൽക്കെട്ടുകളുണ്ട്. ആ മതിൽക്കെട്ടുകൾ പല ഘട്ടങ്ങളിലും തകർത്തുകൊണ്ടാണ് സുപ്രഭാതം നീങ്ങുന്നത്. അത് ഇപ്പോഴത്തെ ആളിക്കത്തിൽ നിന്ന് നോക്കണ്ട, അത് തകർന്നു വീഴാനുള്ള ഒരു മുന്നോടിയായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കും.